Good afternoon. Good afternoon. Good Okay, afternoon. good afternoon. തുടങ്ങാം നമുക്ക്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ. ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ എത്ര ചാപ്റ്റർ നമ്പർ എടുക്കുന്നത്? കഴിച്ചു കേട്ടോ, കഴിച്ചു. 60 ആണല്ലേ? ഓക്കെ, 60ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ നമ്മൾ പഠിച്ചു അല്ലെ? പ്രധാനപ്പെട്ട ചില സോഴ്സുകൾ എനിക്ക് തോന്നുന്നു ഒരു 9 ആണ് അല്ലെ? 9 സോഴ്സസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനായിട്ട് ഏറ്റവും റിസ്ക് ഉള്ള സാഹചര്യങ്ങള്, ആളുകള് ആരൊക്കെയാണ്, അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മോഡ് ഓഫ് ട്രാൻസ്മിഷനും മനസ്സിലാക്കി അല്ലെ? ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഏതൊക്കെയായിരുന്നു? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. പിന്നെ കോണ്ടാക്ട് തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ? ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഏതാണ്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. പിന്നെ വരുന്നത് എയർബോൺ ട്രാൻസ്മിഷൻ. പിന്നെ എന്താണ്? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അങ്ങനെ 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതായിരുന്നു? മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതായിരുന്നു? ഏറ്റവും കോമൺ ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? ഏതായിരുന്നു? പറഞ്ഞോളൂ. കോണ്ടാക്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ അനീഷ. പാർട്ടിലിറ്റി പറയുന്നത് സെമി വർഗീസ്. ഓക്കെ, അനലക്ഷ്മി കോണ്ടാക്ട് അല്ലെ? അതെ, കോണ്ടാക്ട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അല്ലെ? ഓക്കെ, കുഞ്ഞി കറക്റ്റ് ആണ് കേട്ടോ. കുഞ്ഞേശു. പിന്നെ നമ്മൾ കണ്ടു ഡ്രോപ്ലെറ്റ്. നമ്മൾ ചുമയ്ക്കുമ്പോൾ, നമ്മൾ തുമ്മുമ്പോൾ, സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ പുറത്തേക്ക് പോകുന്ന ശരീരസ്രവങ്ങൾ അല്ലെ? ഡ്രോപ്ലെറ്റ്സുകൾ വഴിയായിട്ടും എന്ത് നടക്കാം? ട്രാൻസ്മിഷൻ നടക്കാം. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ട്രാൻസ്മിഷൻ ത്രൂ എയർ അല്ലെ? വായുവിലൂടെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഡ്രോപ്ലെറ്റ്സുകൾ തന്നെ, പക്ഷെ അതിന്റെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കുറച്ചധികം നേരം നമ്മുടെ വായുവിൽ തങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പൊടിപടലങ്ങളിലൊക്കെ തങ്ങി നിൽക്കുന്നത് വഴിയായിട്ടും എന്ത് സംഭവിക്കാം? മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻ നടക്കാം. അതാണ് നമ്മൾ പറഞ്ഞ എയർബോൺ ട്രാൻസ്മിഷൻ. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, പിന്നെ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങൾ അല്ലെ? അതുവഴിയായിട്ടൊക്കെ എന്ത് സംഭവിക്കാം? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. പിന്നെ പറഞ്ഞത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആണ്. അതായത് ഈ പറയുന്ന കൊതുകുകള്, ഈച്ച, ചെടില് അല്ലെ? അങ്ങനെയുള്ള പിന്നെ പറയുന്ന കീടങ്ങള്, അതുവഴിയായിട്ടൊക്കെ ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ആണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. 5 മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ തുടങ്ങിയത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ പ്രിവെൻഷൻ മെത്തേഡ്സ് ആണ് അല്ലെ? ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, സ്പ്രെഡിങ്ങിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് 8 പോയിന്റുകളാണ്. പോയിന്റുകൾ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ആ പോയിന്റിന് ഉള്ള എക്സ്പ്ലനേഷൻസ് ആണ് താഴെ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. Good afternoon, ma'am. Okay, good afternoon. അപ്പൊ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള, അതായത് പ്രതിരോധ നടപടികളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് 8 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? ജസ്റ്റ് നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു അല്ലെ? ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? സാനിറ്റേഷൻ അല്ലെ? ശുചിത്വം എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ എന്താണ്? സ്റ്റെറിലൈസേഷൻ അല്ലെ? അണുവിമുക്തമാക്കുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഐസൊലേഷൻ. നാലാമത്തെ എന്താണ്? ഹാൻഡ് വാഷിംഗ്. അതാണ് ഹാൻഡ് വാഷിംഗ്. പിന്നെ 5ാമത്തെ എന്താണ്?
പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഈ പറയുന്ന PPE എന്നാണ് നമ്മൾ പറയുക. പിന്നെ ആറാമത് നമ്മൾ പഠിക്കുന്നത് അഡീഷണൽ ആയിട്ടുള്ള ചില പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ഉണ്ട്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, ഈ പറയുന്ന ആന്റി മൈക്രോബിയൽ സർഫസസ് അല്ലെ, ഈ പറയുന്ന പ്രതലങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് സൂക്ഷിക്കാം അല്ലെ, ആന്റി മൈക്രോബിയൽ സർഫസസ്. പിന്നെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. അപ്പൊ ഇങ്ങനെ 8 പോയിന്റുകളാണ് നമുക്ക് അതിനകത്ത് വരുന്നത് കേട്ടോ. പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു? സാനിറ്റേഷൻ അല്ലെ, ശുചിത്വം. സാനിറ്റേഷനെ കുറിച്ച് പറഞ്ഞ എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഏതൊരു ഹോസ്പിറ്റലിലും കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും അല്ലെ, സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോഴും അതിന് ശേഷമാണെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കൈകളൊക്കെ വാഷ് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വല്ല സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോവിഡ് സമയത്തൊക്കെ ചെയ്തതാണ് അല്ലെ, സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ കൈകൾ നല്ല പോലെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, വൃത്തിയാക്കി സൂക്ഷിക്കണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ട്, ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ സാനിറ്റേഷൻ പ്രോട്ടോകോൾ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം എന്താ പറയാ ഏജൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. പിന്നെ എന്തും കൂടെ വേണമെന്നാ പറയുന്നത്, ചില ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സും കൂടെ നമ്മൾ കഴിക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അത്രയാണ് അതിനകത്ത് പറഞ്ഞത് സാനിറ്റേഷൻ അല്ലെ. വായിക്കണോ അത് വീണ്ടും? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് തൊട്ടാണ് നമുക്ക് പറയാനുള്ളത്. സെക്കൻഡ് പോയിന്റ് ഇതാണ്, സ്റ്റെറിലൈസേഷൻ അല്ലെ, അണുവിമുക്തമാക്കുക. നിങ്ങൾ CSST പഠിച്ചിരുന്നു അല്ലെ, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ അതിൽ പറയുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് വായിക്കാനുള്ളത്, സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. നമ്മൾ ആദ്യം പറഞ്ഞ സാനിറ്റേഷനേക്കാളും സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറേയും കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഷർ ആണിത്. സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞത് അല്ലെ, അണുവിമുക്തമാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ് ആൻഡ് സർഫസസ് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ്, അയനൈസിംഗ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ. അപ്പൊ ഇതൊക്കെ എന്താണ്, പല മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ. സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളാണ് അവിടെ പറഞ്ഞത്. കാര്യം ഇത്തരം സ്റ്റെറിലൈസേഷനോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിധപ്പെട്ട എല്ലാ മൈക്രോബ്സിനെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ പറയുന്ന മൈക്രോബ്സ് ഒക്കെ ഇരിക്കുന്ന സർഫസസ്, ചില പ്രതലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. ഉപയോഗിക്കുന്ന ചില സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ്? എക്സ്പോസ് ടു കെമിക്കൽസ് അല്ലെ, കെമിക്കൽ ഏജൻസി, അതുപോലെ തന്നെ എക്സ്പോഷർ ടു അയനൈസിംഗ് റേഡിയേഷൻസ്. അയനൈസിംഗ് റേഡിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, അണുക്കളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും, അണുവിമുക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈ ഹീറ്റ് അല്ലെ, ഹൈ ടെമ്പറേച്ചർ, ഏകദേശം ഒരു 60 ഡിഗ്രി സെന്റിഗ്രേഡിനും അപ്പുറത്തേക്കുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, സ്റ്റീം അണ്ടർ പ്രഷർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓട്ടോക്ലേവിംഗ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? CSSTക്കകത്താകുന്നുണ്ട് അല്ലെ, വരുന്നുണ്ട് അല്ലെ. സ്റ്റീം അണ്ടർ പ്രഷർ, അതായത് ഓട്ടോക്ലേവിംഗ് എന്നാണ് പറയുന്നത്. ഹൈ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട്, ഹൈ സ്റ്റീം പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റെറിലൈസ് ചെയ്യാണ് അല്ലെ, അണുവിമുക്തമാക്കാണ്. ഇതൊക്കെ ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ആണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതിലത്രയും പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, അണുവിമുക്തമാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് ഐസോലേഷൻ അല്ലെ. കാര്യം എന്താണ്, ഐസോലേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മൾ കൊറോണയൊക്കെ സമയത്ത് നമ്മുടെ വീടുകളിൽ, റൂമിലൊക്കെ നമ്മൾ ഐസോലേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ കുറെ കൂടെ അതിനെപ്പറ്റി നമുക്ക് അറിയാം അല്ലെ. ഐസോലേഷൻ എന്തായിരിക്കും, നമ്മൾ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒറ്റപ്പെടുത്താണ് അല്ലെ, അവരെ നമ്മൾ ഐസോലേറ്റ് ചെയ്യാണ്. ഫിസിക്കലി മാത്രമേ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുന്നുള്ളൂ കേട്ടോ, മെന്റലി ഉണ്ടാവും, മെന്റലി അല്ല, ഫിസിക്കലി നമ്മൾ അറിയാലോ, ഫിസിക്കലി ആണ് നമ്മൾ അവരെ ഐസോലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതെ, സെപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്.
നോക്കാം. ഐസൊലേഷൻ ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് isolating precautions designed to transmit microbes by common routes in hospitals. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ സാധാരണ ഗതിയിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻ എന്നോട് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഐസോലേഷൻ എന്ന് പറയുന്നത് അല്ലെ. നോക്കുക, ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ അല്ലെ. ഇപ്പൊ ഈ പറയുന്ന ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ, ഇൻഫെക്റ്റീവ് ഏജൻസ് ആണ്. ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് പോലെയുള്ള ഇത്തരം ഇൻഫെക്റ്റീവ് ഏജൻസിനെ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഹോസ്റ്റ് ഫാക്ടേഴ്സ്, അതായത് ഹോസ്റ്റ് ആരാണ്? ഈ പറയുന്ന അണുക്കള് പ്രവേശിക്കുന്ന ആ ബോഡി അല്ലെ, ആ ശരീരം, ഇതാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ, പേഷ്യൻസിന്റെ ശരീരത്തിലോട്ടല്ലേ ഈ അണുക്കൾ കയറുന്നത്, അവരാണ് അവിടുത്തെ ഹോസ്റ്റ്. അപ്പൊ ഈ പറയുന്ന ഇൻഫെക്റ്റീവ് ഏജൻസിനെയും ഹോസ്റ്റിനെയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അണുക്കൾ ഉണ്ടെന്ന് കരുതിയിട്ട് രോഗികളെ ആശുപത്രിയിൽ വരുന്നത് നമുക്ക് തടയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്തരം അണുക്കള്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുന്നതിന് നമുക്ക് തടയുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് അല്ലെ, പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏജൻസ്, ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് എങ്ങനെ അത് തടയാൻ പറ്റാം? അതിന്റെ ട്രാൻസ്മിഷൻ നമുക്ക് വേണമെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് interruption of transfer of microbes is directed mainly by എന്താണ്? മെയിൻലി ബൈ ട്രാൻസ്മിഷൻ അല്ല ഇവിടെ വരാം, മെയിൻലി ബൈ ഐസോലേഷൻ ആണ് കേട്ടോ വരാം. അപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത് കാര്യം ചെയ്തു, ട്രാൻസ്മിഷൻ കിട്ടിക്കോളൂ, ട്രാൻസ്മിഷൻ കിട്ടിയിട്ട് ഐസോലേഷൻ എന്ന് ചേർക്കുക കേട്ടോ. ഐസോലേഷൻ എഴുതിയാൽ മതി. interruption of transfer of microbes is directed mainly by ഐസൊലേഷൻ. അപ്പൊ നമുക്ക് ഇത്തരം ഐസൊലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം മൈക്രോബ്സിന്റെ, ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്ഫർ അല്ലെ, അതിന്റെ ആ ഒരു വ്യാപനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ എന്താ പറയുന്നത്? ഐസൊലേഷൻ ഓഫ് ഇൻഫെക്റ്റീവ് കേസസ് ഇൻ ഹോസ്പിറ്റൽസ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് കേസസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവരെ ഐസൊലേറ്റ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിനെ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. അല്ലാതെ നമുക്ക് മൈക്രോ ഓർഗാനിസംസിനെ തടയാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ഹോസ്റ്റ് ഫാക്ടേഴ്സിനെ, പേഷ്യൻസിനെ തടയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലെ. പിന്നെ എന്ത് ചെയ്യാനാണ് പറ്റുള്ളൂ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ സെപ്പറേറ്റ് എവിടെയെങ്കിലും മാറ്റിയവരെ മാറ്റുക അല്ലെ, അതാണ് നമുക്ക് സാധിക്കും. ക്ലിയർ ആയല്ലോ? ഐസൊലേഷൻ എന്താണെന്ന് അറിയാം. ഇപ്പൊ 3 മെത്തേഡ് പഠിച്ചു കേട്ടോ. സാനിറ്റേഷൻ കഴിഞ്ഞു, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു, ഐസൊലേഷൻ കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു സിംഗിൾ പ്രൈം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രിവെന്റീവ് മെഷർ എന്ന് നമുക്ക് പറയാവുന്നതാണ് ഹാൻഡ് വാഷിംഗ്. കൈ കഴുകുക അല്ലെ, ഹാൻഡ് വാഷിംഗ്. അതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ് നമുക്ക് അല്ലെ. അത് മറ്റൊരു പൈസ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഏറ്റവും നല്ലൊരു പ്രിവെന്റീവ് മെഷർ ആണ് നമുക്ക് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാതെ ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി is called the single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one site to another. അല്ലെ, ഈ പറയുന്ന അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഏതാണ്? സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ആണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഈ 8 എണ്ണം പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സിംഗിൾ മോസ്റ്റ് പ്രൈം പ്രിവെന്റീവ് മെഷർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാവുന്നത് ഹാൻഡ് വാഷിംഗ് ആണ്. കാര്യം നമുക്ക് പറഞ്ഞില്ല, ചെലവുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈകൾ കഴുകും. നമ്മൾ ഇപ്പോഴും ഇതൊക്കെ ശീലിച്ചതാണ് അല്ലെ. നമ്മൾ കൊറോണ സമയത്ത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ ആ ഹാൻഡ് വാഷിംഗ് ഒന്ന് ചെയ്തിരുന്ന സമയത്ത് അസുഖത്തിന്റെ ആ ഒരു ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റി അല്ലെ. പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യത്യാസം ശരിക്കും അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കൈകൾ കഴുകുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സ്കിന്നിലൊക്കെയുള്ള സൂക്ഷ്മ രോഗാണുക്കള് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് പകരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് തോന്നിയ രീതിയിലല്ല ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്. അതിന് അതിൻ്റെതായ ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ, രീതികളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് തറോ മാനർ as possible between the patient contacts and after contact with the blood, body fluids, secretions, excretions and equipment articles contaminated by them is a prime factor of infection control and isolation precautions.
അല്ലെ. എന്താ നമുക്കറിയാലോ, നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ രോഗികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുൻപായിട്ടും അതിന് ശേഷവും നമ്മൾ നല്ല രീതിയിൽ തറോ വാഷിംഗ് ആണ് അവർ പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ കൈകൾ കഴുകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലഡ്, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ശരീരസ്രവങ്ങള്, പിന്നെ ഇവിടെ പറയുന്നത് സെക്രീഷൻസ് അല്ലെ, സെക്രീഷൻസ് എന്ന് പറഞ്ഞ സ്രവങ്ങളാണ് കേട്ടോ, നമ്മുടെ ശരീരസ്രവങ്ങളാണ്. ഓക്കെ. പിന്നെ എക്സ്ക്രീഷൻസ്, എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസർജ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ലാബിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒത്തിരി എടുത്ത് നമ്മൾ സാമ്പിൾസ് എടുത്ത്, അപ്പൊ മൂത്രമായാലും മല ആയാലും അല്ലെ, മൂത്രം, മലം, അതുപോലെ ഈ പറയുന്ന സെല്ലുകള്, ടിഷ്യൂസ്, മറ്റ് ബോഡി ഫ്ലൂയിഡ്സുകൾ എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്പെസിമെൻസുമായിട്ടൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നത്, അതുപോലെ പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് മുമ്പും ശേഷവും നമ്മൾ കൈ കഴുകുന്നതൊക്കെ ഏറ്റവും, അതുപോലെ പറയുന്നുണ്ട് എക്യുപ്മെന്റ് ആർട്ടിക്കിൾസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പല എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രൈം ഫാക്ടർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതൊരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ലൊരു എന്താ പറയാ ഒരു മെഷറാണ് എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യമാണ് അല്ലെ ഹാൻഡ് വാഷിംഗ്. അപ്പൊ അതെപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് വേറെ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് രോഗങ്ങളെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഹാൻഡ് വാഷിംഗ്. നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് ഈസ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു ലെസൺ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെന്റീവ് മെഷർ ആണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, PPE എന്നാണ് പറയാ കേട്ടോ. അപ്പൊ PPEയുടെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം, അതൊരു ചോദ്യമാണ് കേട്ടോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. PPE എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, നമുക്ക് വായിക്കാം. PPE consists of items like such as gloves, gowns, mask and eyewear used to make blockades that protect skin, clothing, mucous membranes and the respiratory tract from the infectious agents. അല്ലെ, നമുക്കറിയാവുന്നതാണ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്ലൗസുകള്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ, ചില എന്താ പറയാ ഗൗൺസ് ഒക്കെ നമ്മൾ ധരിക്കും, നമ്മുടെ ഡ്രസ്സിന് മുകളിലായിട്ട് ചില ഗൗൺസുകൾ, സേഫ്റ്റി ഗ്ലാസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ എന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ്. ഈ പറയുന്ന സ്കിന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻസ് അല്ലെ. മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ആന്തരിക അവയവങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കവറിങ്സ് ഉണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളത്. അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ടിയസ് ഏജൻസ് അല്ലെ, നമ്മളുടെ ശ്വസനനാളത്തിനെ പല ഇൻഫെക്ടിയസ് ഏജൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കുകള്, ഗൗണുകള്, സേഫ്റ്റി ഗ്ലാസസുകള്, ഇങ്ങനെയുള്ള ഗ്ലൗസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങളാണ് അല്ലെ ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് PPE ധരിക്കാനുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അതിനകത്ത് ഗ്ലൗസിനെ പറ്റി പ്രത്യേകം അവർ പറയുന്നുണ്ട്. ഗ്ലൗസ് എന്താണ്, ബിസൈഡ് ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഈ ഗ്ലൗസിന്റെ കാര്യം പറയുമ്പോൾ അതിനൊരു പോസിറ്റീവും നെഗറ്റീവും വെച്ച് നമുക്ക് പറയാം. ഈ ഗ്ലൗസ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. അവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അത് പറഞ്ഞത്, ശരിയല്ലേ. അതായത് ഗ്ലൗസ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതാണ് ഗ്ലൗസ്. അതേ ഗ്ലൗസ് തന്നെ ശരിയായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവും ആണ് അല്ലെ, ശരിയല്ലേ. നമ്മൾ ഗ്ലൗസ് ധരിക്കുന്നത് എന്തിനാ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. അതേസമയം നമ്മളൊരു ഡോക്ടറോ നഴ്സോ ആണെങ്കിൽ നമ്മൾ ആ ഗ്ലൗസ് ധരിക്കുന്നു, നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് നടത്തുന്നു, അതിനുശേഷം നമ്മൾ മറ്റൊരു രോഗിയിലേക്ക് പോകുമ്പോൾ ആ ഗ്ലൗസ് നമ്മൾ എന്ത് ചെയ്ത് കളയണം, അത് മാറ്റണം അല്ലെ. അത് മാറ്റാണ്ട് നമ്മൾ വീണ്ടും നമ്മൾ വേറൊരു രോഗിക്ക് എടുത്ത് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗിയിൽ നിന്ന് അണുക്കളെ നമ്മൾ വഹിച്ചുകൊണ്ട് വേറൊരു രോഗിക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് സൈഡ് ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ PPE കിറ്റിന്റെ ഭാഗമായിട്ടാണ്, അത് നമ്മുടെ സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതേ ഗ്ലൗസ് തന്നെ ഈ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഗ്ലൗസ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെ. ഓക്കെ, ബ്ലോക്കേഡ്സ് എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്യാനാണ് കേട്ടോ, ബ്ലോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലോക്കേഡ്സ്, ബ്ലോക്കേഡ് മീൻസ് വെച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് കേട്ടോ.
തടസ്സങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില ഇതാണ് അല്ലെ, നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഡ്രസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ബ്ലോക്കേഡ് അല്ലെ, ഒരു തടസ്സം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലൗസിനെയൊക്കെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നെക്സ്റ്റ് കേട്ടോ, അടുത്തത് 6ാമത്തെ പോയിന്റ് ആണ് അഡീഷണൽ. പിവറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് കേട്ടോ. പിവറ്റൽ റോൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത റോളാണ്. ഓക്കെ, ഇറ്റ് പ്ലേ പിവറ്റൽ റോൾ കേട്ടോ. അടുത്തതാണ് അഡീഷണൽ പ്രിക്കോഷൻ കേട്ടോ. അഡീഷണൽ പ്രിക്കോഷൻ നിങ്ങളിങ്ങനെ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി, ഓരോ വരി ഇങ്ങനെ അർത്ഥം വായിക്കലല്ല, എന്താണ് അതിന് കിട്ടുന്ന കണ്ടന്റ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പോയിന്റുകൾ പഠിച്ചു വെക്കാം. അടുത്തത് 6ാമത്തെ പോയിന്റ് ഇതാണ് അഡീഷണൽ പ്രിക്കോഷൻസ് കേട്ടോ. ആ ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. അത് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്, സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത്, ഐസോലേറ്റ് ചെയ്യുന്നതും, PPE എന്താണ് എക്യുപ്മെന്റ്സുകൾ ധരിക്കുന്നത് എല്ലാം തന്നെ പ്രൊട്ടക്റ്റീവ് മെഷർ ആണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ എടുക്കേണ്ട ചില അഡീഷണൽ പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ചില അഡീഷണൽ പ്രിക്കോഷൻസുകളുണ്ട് അല്ലെ, മുൻകരുതലുകളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് എയർബോൺ പ്രിക്കോഷൻസ് ആണ്. കാര്യം നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചപ്പോ എയർബോൺ ട്രാൻസ്മിഷനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ, വായുവിലൂടെ അസുഖങ്ങൾ വരാം. അപ്പൊ അതിനെങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ അല്ലെ. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻസ്, അതായത് നമ്മൾ വായുവിലൂടെയുള്ള രോഗാണുക്കൾ തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അതിനെന്താ പറഞ്ഞത്, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ. ഇപ്പൊ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ എന്ത് കൊടുക്കാം, ഒരു സെപ്പറേറ്റ് റൂം, ഒരു ഇൻഡിവിജ്വൽ റൂം വിത്ത് എന്താ വെന്റിലേഷൻ, ആവശ്യത്തിന് വായുസഞ്ചാരമുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം തന്നെ അവർക്കായിട്ട് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അത് നല്ലൊരു മാർഗമാണ്. ഒരു തരത്തിൽ എന്ത് തന്നെയാണ്, ഐസൊലേഷൻ ചെയ്യുന്നത് തന്നെയാണ് അത് അല്ലെ. അവർക്കൊരു ഇൻഡിവിജ്വൽ റൂം നമ്മൾ കൊടുക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. അത് മാത്രമല്ല ആ ഒരു റൂം എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം അല്ലെ. ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഒരു നെഗറ്റീവ് പ്രഷറും കൂടെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള നമ്മുടെ അന്തരീക്ഷ മർദ്ദം ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനേക്കാളും കുറഞ്ഞ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. അതിനേക്കാളും കുറഞ്ഞ പ്രഷർ. ഇപ്പൊ പുറത്തൊരു 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളെ റൂമിനകത്ത് ഒരു 0.9 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് പ്രഷർ എന്ന് പറയാം. ഈ നെഗറ്റീവ് പ്രഷറിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റൂമിൽ നെഗറ്റീവ് പ്രഷർ ആണ്, അതായത് പുറത്തുള്ള പ്രഷറിനേക്കാളും കുറഞ്ഞ പ്രഷറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എയർബോൺ പാത്തോജൻസിനെ പുറത്തേക്കുള്ള സ്പ്രെഡിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഇവിടെ പ്രഷർ കുറവാണ്, പുറത്തെങ്ങനെയാണ് പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഇരിക്കുന്ന ചുറ്റും സ്വാഭാവികമായിട്ട് അവിടുത്തെ എയർ എന്തായിരിക്കും, കണ്ടാമിനേറ്റഡ് ആയിരിക്കും അല്ലെ. ഞങ്ങൾക്ക് ചുറ്റും ഒരുപാട് സൂക്ഷ്മ രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം രോഗാണുക്കൾ പുറത്തോട്ടേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും. കാരണം ആ ഒരു പ്രഷർ ഗ്രേഡിയൻസ് അവിടെ വരുന്നുണ്ട്. അകത്ത് കുറഞ്ഞ പ്രഷർ, പുറത്ത് നല്ല ഉയർന്ന പ്രഷർ, മീൻസ് കൂടുതലുമാണ്. അപ്പൊ ആ വേരിയേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മൈക്രോ ഓർഗാനിസംസിന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ കുറയും. ഓക്കെ, നെഗറ്റീവ് പ്രഷർ പ്രശ്നമാകില്ല, ഇല്ല കേട്ടോ സുഹൃത്തുക്കളെ, പ്രശ്നമാകില്ല കേട്ടോ. നെഗറ്റീവ് പ്രഷർ പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരില്ല. ഭയങ്കര വലിയ ഒരു ഇതല്ല, ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് പേഷ്യൻസിന് പ്രശ്നമല്ല, പേഷ്യൻസിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അത്തരം പാത്തോജൻസ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്, പുറത്തേക്കുള്ള ട്രാൻസ്മിഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ തടസ്സപ്പെടുത്താമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ, ദാറ്റ് റൂം എന്തായിരിക്കണം, ഷുഡ് ബി ക്ലോസ്ഡ് അല്ലെ, ക്ലോസ്ഡ് ആയിരിക്കണം. നെഗറ്റീവ് പ്രഷറിലെ വരുന്ന, അപ്പൊ പോസിറ്റീവ് എന്താണെന്ന് വെച്ചു, പോസിറ്റീവ് പ്രഷറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ, നെഗറ്റീവ് പ്രഷറിന്റെ കാര്യമാണ് പറഞ്ഞത്. പുറത്തുള്ള പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ റൂമിൽ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ, അതിന് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും, ഇവിടെയുള്ള സൂക്ഷ്മ രോഗാണുക്കൾ പുറത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇതിന്റെ സ്പ്രെഡിങ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലായോ? ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ.
അപ്പൊ നോക്കുക ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എൻ്റർ ഇൻ ദ റൂം. അത് മാത്രമല്ല സ്റ്റാഫുകൾ ആ ഒരു റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവരെന്ത് ചെയ്തിരിക്കണം? അവർ വളരെ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള മാസ്കുകൾ ധരിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ റൂമിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്, അല്ലെ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ഹൈ എഫിഷ്യന്റ് മാസ്ക് എപ്പോഴും ധരിച്ചുകൊണ്ട് വേണം ആ റൂമിനകത്തേക്ക് സ്റ്റാഫുകൾ പ്രവേശിക്കാനായിട്ട്. പിന്നെന്താണ് പറയുന്നത്? പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. എന്താണ് കൺഫൈൻഡ് റൂം എന്ന് പറഞ്ഞാൽ? കൺഫൈൻഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ റൂമാണ് കേട്ടോ, ഒരു പരിമിതമായിട്ടുള്ള, അതായത് ഒത്തിരി സ്ഥലം വേണ്ട, വളരെ പരിമിതമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഉള്ള റൂമാണ് കേട്ടോ. വളരെ ലിമിറ്റഡ് സ്പേസ് മാത്രമേ അവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അനങ്ങാൻ പറ്റാത്തെന്നുള്ള അർത്ഥമല്ല കേട്ടോ. വലിയൊരു റൂമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ റൂം ആയിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. കൺഫൈൻഡ് റൂമാണ്. അപ്പൊ അങ്ങനെയുള്ള റൂമിൽ വേണം പേഷ്യന്റിനെ കീപ്പ് ചെയ്യാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അയാളെ കൊണ്ട് വലിയ ഹാള് പോലത്തെ ഒരു റൂമിൽ നമ്മൾ വെക്കാന്ന് വിചാരിക്കുക. അപ്പൊ അത്രയും ഏരിയ എന്താവും? കണ്ടാമിനേറ്റഡ്. അത്രയും വായു അവിടെ എന്ത് ചെയ്യപ്പെടും? കണ്ടാമിനേറ്റഡ് ആവില്ല. അത്രയും വായുവിൽ എന്താവും? ഈ പറയുന്ന അണുക്കള് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം നമ്മളൊരു ചെറിയ റൂമിലാണ് പേഷ്യന്റിനെ എത്തുന്നതെങ്കിൽ അത്രയും മാത്രമുള്ള എയർ മാത്രമല്ലേ കണ്ടാമിനേറ്റഡ് ആവുള്ളൂ. അപ്പൊ ആ ഒരു സ്പ്രെഡിങ്ങിന് കുറയ്ക്കാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ അത്യാവശ്യം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റൂമിൽ എന്താണ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ആ രീതിയിലൊക്കെ നമുക്ക് അതിന് പുറത്തേക്കുള്ള വ്യാപനത്തെ നമുക്ക് തടയാൻ സാധിക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? കൺഫൈൻഡ് റൂം എന്ന് വെച്ചാൽ ലിമിറ്റഡ് സ്പേസ് ഉള്ള റൂമാണ്. അപ്പൊ അത്രയും ഏരിയ മാത്രമല്ലേ കണ്ടാമിനേറ്റഡ് ആവുള്ളൂ. നമ്മൾ വലിയൊരു റൂമിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ, ഇവരെ കൊണ്ടിരുത്തുവാണെങ്കിൽ അത്രയും എയർ അവിടെ കണ്ടാമിനേറ്റഡ് ആവും. അത്രയും വ്യാപനം കൂടും. ഓക്കെ, അതുകൊണ്ടാണ് കൺഫൈൻഡ് റൂമിൽ പേഷ്യന്റിനെ കെപ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്ന് കരുതിയിട്ട് അവർക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, അവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മുകളിലായിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം അതിന് കേട്ടോ. ഓക്കെ, ആലോചിച്ചാൽ അറിയാലോ. അത്രയേ ഉള്ളൂ കേട്ടോ. എയർബോൺ പ്രിക്കോഷൻസ് ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എയർബോൺ പാത്തോജൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്? ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. എയർബോൺ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് പറഞ്ഞത്. ഇതൊക്കെ ഏകദേശം പോയിന്റുകൾ എല്ലാത്തിനും ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. അവിടെ ഇവിടെ ഒന്നും വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് നമ്മൾ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പഠിച്ചിരുന്നു, അല്ലെ? ഡ്രോപ്ലെറ്റ്സ് എങ്ങനെയാ വരുന്നത്? നമ്മൾ ചുമയ്ക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, തുമ്മുന്ന സമയത്തൊക്കെയാണ് ഇത്തരം ഡ്രോപ്ലെറ്റ്സുകൾ നമ്മുടെ പുറത്തോട്ടേക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ അതിന് ഇങ്ങനെ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല മാർഗം എന്തായിരിക്കും? നമ്മൾ മാസ്ക് ധരിക്കാം. അതല്ലേ ഏറ്റവും നല്ല മാർഗം. അപ്പൊ മാസ്ക് ധരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രോപ്ലെറ്റ്സുകളൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് തന്നെയാണ് അതിനുള്ള മാർഗം കേട്ടോ. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എപ്പോഴും പറയുന്നുണ്ട്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. കഴിയാവുന്നിടത്തോളം പേഷ്യന്റിനായിട്ട് ഒരു സെപ്പറേറ്റ് റൂം, അതായത് ഐസൊലേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രിവെന്റീവ് മെഷർ ആണ് കേട്ടോ, ഐസൊലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ എന്താണ്? സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. അതായത് നമ്മൾ അത്യാവശ്യം കോവിഡ് ഒക്കെ സമയത്ത് N95 N96 നടന്നു കഴിഞ്ഞാൽ N95 ആണെന്ന് തോന്നുന്നത്, അല്ലെ? N95 മാസ്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അത് നിർബന്ധമായിരുന്നു. ആ രീതിയിലുള്ള മാസ്കുകളൊക്കെ ഉപയോഗിക്കണം. തുണി പോലത്തെ മാസ്ക് ഒന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ വന്നായിരുന്നു ആ സമയത്ത്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മാസ്കുകളാണ്, അല്ലെ? ഇവര് പറയുന്നത് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ, അതായത് ഈ പറയുന്ന N95 പോലെയുള്ള മാസ്കുകളൊക്കെ ഉപയോഗിക്കാം. നോട്ട് എ ഗോസ് മാസ്ക്. നോർമൽ മാസ്ക് ഉണ്ടല്ലോ, സർജിക്കൽ മാസ്ക് പോലത്തെ അതല്ല, സാധാരണ മാസ്ക് അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാസ്കുകൾ ഉപയോഗിക്കാം കേട്ടോ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പ്രത്യേകം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. അതുപോലെ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാം. എന്ന് വെച്ചാല് പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വെയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം. ഈ ഒരു പേഷ്യന്റ് ആ റൂം വിട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ അവരെയും നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം, അല്ലെ? കാരണം അവരിലൂടെ മറ്റൊരാൾക്ക് വരരുത്. അവരെ റൂം വിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പോകുന്ന സമയത്ത് അവരും എന്ത് ചെയ്യാം? സർജിക്കൽ മാസ്കുകൾ, നല്ല സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള മാസ്കുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ രീതിയിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ഏറ്റവും നല്ല മാർഗം എന്താ? മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. അതൊരു സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിക്കുക, അതുകൊണ്ട് നോർമൽ മാസ്ക് അല്ല, സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിക്കുക. ഓക്കെ, അടുത്തതാണ്
കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. പിന്നെ കോണ്ടാക്ട് മൂലം വരുന്ന ആ ഒരു ട്രാൻസ്മിഷൻ അല്ലെ, അതിനെതിരെ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും? എന്താണ്? സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ സെപ്പറേറ്റ് റൂം തന്നെ. ദാറ്റ് മീൻസ് ഐസൊലേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിലും കോമൺ ആയിട്ട് വന്നൊരു പോയിന്റ് ആണ് അല്ലെ, ഐസൊലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പറയുന്നത് സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. ഇപ്പൊ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ എന്ത് ധരിക്കാം? ഗ്ലൗസുകൾ ധരിക്കാം അല്ലെ. പിന്നെന്താണ്? സ്റ്റാഫ് ഷുഡ് വെയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസസ് ഓർ മെറ്റീരിയൽസ്. ഇപ്പൊ രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഗൗണുകൾ ധരിക്കാം അല്ലെ. ആ ഗൗണുകൾ ധരിച്ചുകൊണ്ട്, മാസ്കുകൾ ധരിച്ചുകൊണ്ടൊക്കെ രോഗിയുമായിട്ട് ഇടപെടാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ഇടപെടാം. ഓക്കെ. പിന്നെന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. രോഗിയെ സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? വളരെ വൃത്തിയായിട്ട് തന്നെ കൈകൾ വാഷ് ചെയ്യാം. പിന്നെന്താണ്? ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. അതോടൊപ്പം തന്നെ പേഷ്യന്റ് റൂമിന് പുറത്തേക്കുള്ള അവരുടെ ആ ഒരു മൂവ്മെന്റ്സിന് പരമാവധി നമ്മൾ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അവരുടെ അസുഖം മാറിയതിനു ശേഷം അവർ പുറത്തുവിടാൻ ശ്രമിക്കുക. പരമാവധി അസുഖം കുറയുന്ന സമയത്രയും അവരെന്ത് ചെയ്യാം? ഒരു റൂമിൽ ഐസൊലേറ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് വെച്ചാൽ മറ്റുള്ളവരായിട്ട് സമ്പർക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഈ രീതിയിലൊക്കെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അടുത്തത് കേട്ടോ. 7ാമത്തെ പോയിന്റ് ഇതാണ്, ആന്റി മൈക്രോബിയൽ സർഫസസ്. എന്താണ് ആന്റി മൈക്രോബിയൽ സർഫസസ്? എന്താണ് ആന്റി മൈക്രോബിയൽ സർഫസസ് എന്ന് പറഞ്ഞാല്? The surfaces that inhibit the growth of microorganisms. കേട്ടോ, മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിന് പ്രിവെന്റ് ചെയ്യുന്ന ചില പ്രതലങ്ങളാണ് അല്ലെ. നോക്കാം നമുക്ക്. ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ് such as bed rails, call buttons, touch plates, chairs, door handles, light switches, grab rails, intravenous ports, dispensers, dressing trolleys and counters, and table tops are known to be contaminated. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരുപാട് സർഫസുകൾ, ടച്ച് സർഫസ് ഉണ്ട്. നമ്മൾ ടച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പർശിക്കുന്ന ഒരുപാട് സർഫസുകൾ ഉണ്ട് ഹോസ്പിറ്റലിനകത്ത്. അപ്പൊ അതിനൊക്കെ ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ പറയാം ബെഡ് റെയിൽസ് അല്ലെ. ബെഡ് റെയിൽസ് എന്താണ്? നമ്മൾ ഈ കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പിടികൾ ഉണ്ടാവില്ല, ബെഡിനെ പിടിക്കാനായിട്ട് ബെഡ് റെയിൽസ് ഉണ്ടാവും അല്ലെ, കൈകൾ കൊണ്ട് പിടിക്കാനുള്ള ബെഡ് റെയിൽസ്. പിന്നെ കോൾ ബട്ടൺസ് അല്ലെ, നമ്മളിപ്പോ ഒരു സ്റ്റാഫുകൾ തന്നെ വിളിക്കാൻ നമുക്ക് അവിടെ റൂം കോൾ ബട്ടൺസ് ഉണ്ടായിരിക്കും. ടച്ച് പ്ലേറ്റ്സ്, അതുപോലെ കൈകൾ വെക്കാനുള്ള ടച്ച് പ്ലേറ്റ്സ്. പിന്നെ ചെയർ, ഡോറിന്റെ ഹാൻഡിലുകള്, സ്വിച്ചസുകള്. പിന്നെ എന്താ ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ ഈ ബെഡ് റെയിൽ പോലെ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ എന്താ പറയാ, പ്രത്യേകിച്ച് ഈ ക്ലോസറ്റിന്റെ ഒക്കെ ഭാഗത്ത്, ടോയ്ലറ്റിന്റെ ഒക്കെ ഭാഗത്ത് ഈ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, ഇരിക്കാനും നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത്തരം ടോയ്ലറ്റ് സൗകര്യങ്ങളിലൊക്കെ ഈ പറയുന്നവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അതാണ് ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇൻട്രാവെനസ് പോർട്സ്, നമ്മൾ ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് ഉണ്ടല്ലോ, IV ഫ്ലൂയിഡ്സ് ഒക്കെ തൂക്കിയിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഡിസ്പെൻസേഴ്സ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ആൽക്കഹോൾ, ജെൽ, പേപ്പർ, ടവർ, സോപ്പ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ, ഹോസ്പിറ്റലിലും ഉണ്ട്, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ഈ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാകും, അങ്ങനെ വെക്കി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ്, ലിക്വിഡ് സോപ്പ് ഒക്കെ വരും അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ ഒക്കെ എടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. കൺട്രോൾഡ് ബാനറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിട്ടില്ലേ നിങ്ങള്? കണ്ടിട്ടില്ലേ? പറയേ, കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. നമ്മള് ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ നമ്മള് കൈ കഴുകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവും, ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ലിക്വിഡ്സ് ഒക്കെ, സോപ്പ് ഡിസ്പെൻസേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ അല്ലെ, ടിഷ്യൂ പേപ്പർ ഒക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ വരില്ലേ, ആ സംഭവങ്ങൾ, അതൊക്കെയാണ് ഡിസ്പെൻസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഡ്രസ്സിംഗ് ട്രോളീസ്, ഡ്രസ് വയ്ക്കുന്ന ട്രോളി. പിന്നെ കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ് അല്ലെ, മേശപ്പുറം, ടേബിളിന്റെ മുകൾ ഭാഗം. ഇതൊക്കെ എന്താണ്? നമ്മളായിട്ട് ടച്ച് വരുന്ന സർഫസുകളാണ് അല്ലെ. ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലുലുമാളിലുണ്ടെന്ന്. ശരി, ലുലുമാളിൽ മാത്രമല്ല, ബാക്കി പലയിടത്തും ഉണ്ട് കേട്ടോ. ഓക്കെ, ശരി. ഞാൻ നിങ്ങൾ എന്തെങ്കിലും മിണ്ടാതിരിക്കണേന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ആരും മിണ്ടണില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നു, ഒന്നും കാണാനില്ല കേട്ടോ. ഓക്കെ,
അപ്പൊ എന്താണ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ് ആർ നോട്ട് ടു ബി കണ്ടാമിനേറ്റഡ്. ഇങ്ങനെയുള്ള സർഫസുകളൊക്കെ നമുക്കറിയാലോ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെ. ഇങ്ങനെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതെന്താണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിന്റെ സോഴ്സസ് ആണ് ശരിക്കും അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഹെൻസ് ടച്ച് സർഫസസ് ഇൻ ഹോസ്പിറ്റൽ റൂംസ് can act as a sources or reservoirs for the spread of bacteria from the hands of healthcare workers and visitors to patients. അപ്പൊ ഇങ്ങനെയുള്ള പ്രതലങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സൂക്ഷ്മ രോഗാണുക്കളുടെ സോഴ്സും റിസർവോയറും ഒക്കെയാണ് അല്ലെ. അതുവഴിയായിട്ട് അവിടെ ടച്ച് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിനും മറ്റുള്ള വിസിറ്റേഴ്സിനും രോഗാണു അവരുടെ ശരീരത്തിലേക്ക് ലഭിക്കും, അവരിലൂടെ പേഷ്യൻസിലേക്കും എത്തും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസം. അങ്ങനെയുള്ള സർഫസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ജേം ഫ്രീ ആയിട്ട് സൂക്ഷിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിൻഫെക്ടൻസും മറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും എന്താണ് അവിടെ അണുവിമുക്തമായിട്ട് സൂക്ഷിക്കുക അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത് ആന്റി മൈക്രോബിയൽ സർഫസസ് അല്ലെ. അതായത് ഇത്തരം സർഫസസുകൾ നമ്മൾ എന്ത് ചെയ്യാം? മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാം. അതും നമുക്കൊരു പ്രിവെന്റീവ് മെഷർ ആണ്. ഓക്കെ, 7 പോയിന്റ് നമ്മുടെ കഴിഞ്ഞു. 8ാമത്തെ പോയിന്റ് ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അഥവാ നമുക്ക് എന്ത് പറയാം? ICC എന്ന് പറയാം കേട്ടോ. ICC ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. എന്തായിരിക്കും ഈ കമ്മിറ്റി? നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഒരു ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്മിറ്റി പഠിച്ച പോലെ ഇവിടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ കമ്മിറ്റി ഒന്നുമല്ല, വലിയൊരു കമ്മിറ്റിയാണ്. എന്ന് പറഞ്ഞാല് ആ കമ്മിറ്റിയില് ആ ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിലും പെട്ട ആളുകളും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ്. അതാവണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതിൽ ഓരോ ആളുകളും ഒരുപോലെ പങ്കെടുത്താൽ മാത്രമേ നമുക്കത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് അതൊരു വലിയൊരു കമ്മിറ്റിയാണ്. അതില് ആ ഒരു ആശുപത്രിയിലെ എല്ലാ മേഖലയിലുള്ള ജീവനക്കാരും അതിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അഥവാ ICC എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാതെ ഇൻഫെക്ഷൻ കമ്പോണന്റ് അല്ലെ. ഇൻഫെക്ഷൻ കമ്പോണന്റ് അല്ല കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. കമ്പോണന്റ് അല്ല, കൺട്രോൾ ആണ് കേട്ടോ. കമ്പോണന്റിലെ വിട്ട കേട്ടോ, കൺട്രോൾ നൽകാം. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം of the healthcare facility and is liable for establishing and maintaining infection prevention and control. Its monitoring, reporting, research and education. Prevent cheya, manage cheya. ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുക, മാനേജ് ചെയ്യുക. അത് മാത്രമല്ല അവിടെയുള്ള ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോളിലേക്ക് പ്രോഗ്രാംസുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക, റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ICC എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ ഫാർമസിയിലെ ഒരു കമ്മിറ്റി പഠിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ, ചെയർമാനും സെക്രട്ടറി ആരാന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്നതുപോലെ ഈ കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, ചെയർപേഴ്സൺ അല്ലെ. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു കമ്മിറ്റിക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും അല്ലെ, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും ഒരു കമ്മിറ്റിക്ക് അല്ലെ. എല്ലാ കമ്മിറ്റിയും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ നോക്കിക്കേ, ആ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? ഓക്കെ, ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് ICC ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹെഡ്, അത് മേ ബി ചിലപ്പോൾ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാം. ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ആണ് അല്ലെ. അത് CEO ആയിരിക്കും കേട്ടോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആയിരിക്കും. സോ അവരായിരിക്കും എന്ത്, ഈ ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. ആരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ആണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹെഡ് ആയിരിക്കും എന്ത്, അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ചെയർപേഴ്സൺ ആണ്. ഇനി അടുത്ത ആരാണ്? ഒരു സെക്രട്ടറി ഉണ്ടാവും ഏതൊരു കമ്മിറ്റിക്കും. ആരാണ് സെക്രട്ടറി? മെമ്പർ സെക്രട്ടറി ആരാണ്? അത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. ആരായിരിക്കും? സീനിയർ
മൈക്രോബയോളജിസ്റ്റ്. മൈക്രോബയോളജിസ്റ്റ് ആരാണ്? ഇത്തരത്തിൽ മൈക്രോ ഓർഗാനിസംസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന, ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. പഠിച്ചോ? അത് പഠിച്ചില്ലേ? എളുപ്പമല്ലേ? ചെയർപേഴ്സൺ ആരായിരിക്കും? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ മെമ്പർ സെക്രട്ടറി ആരാണെന്നാ പറഞ്ഞത്? സെക്രട്ടറി ആരായിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലേ? ആരായിരിക്കും സെക്രട്ടറി? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് കേട്ടോ, ബാക്കിയുള്ള നോക്കിയ മെമ്പേഴ്സ്, ബാക്കിയുള്ള മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും? റെപ്രസെന്റേഷൻ അല്ല കേട്ടോ, റെപ്രസെന്റേറ്റീവ്സ് എന്നാണ് വരുന്നത് കേട്ടോ. റെപ്രസെന്റേഷൻ, ഓക്കെ, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓർ റെപ്രസെന്റേറ്റീവ്സ് എന്നും പറയാം കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ എന്തിന്റെ അംഗങ്ങളായിരിക്കും? ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. ഓക്കെ, മെമ്പേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്തത് ആരാണ്? റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. അതുകൂടാതെ മെഡിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫഷണൽസ് അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഹെഡ് അല്ലെ, അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. ഓക്കെ, അതാണ് റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. പിന്നെന്താണ്? സപ്പോർട്ട് സർവീസസ് അല്ലെ, അതായത് ഓക്സിലറി സർവീസുകൾ ഉണ്ടായിരിക്കും, സപ്പോർട്ടിംഗ് സേവനങ്ങളിൽ പെടുന്ന ആൾക്കാര്. നിങ്ങൾ മറ്റേത് പഠിച്ചില്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ? ഇല്ലേ? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അതിനകത്ത് നിങ്ങളൊരു 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റും 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും നിങ്ങൾ പഠിക്കുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിനകത്ത്. അപ്പൊ നോക്കിക്കേ, അതിനകത്ത് ഒരുപാട് സപ്പോർട്ടിംഗ് സർവീസ് നിങ്ങൾ പഠിച്ചില്ലേ? മൈക്രോ അതൊന്നാണ് ഫാർമസി, പിന്നെ ഹൗസ് കീപ്പിംഗ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ലബോറട്ടറി, പിന്നെ റേഡിയോളജി എന്നൊക്കെ പറഞ്ഞൊരു 12 നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും ഇതിനകത്ത് അംഗങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ, CSST ഇതൊക്കെ നിങ്ങൾ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ്, അതുപോലെ ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും ഇതിൽ അംഗങ്ങളായിരിക്കും. ഈ പറയുന്ന കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. ഓക്കെ, പിന്നെയോ, പിന്നെ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന 2 പേരാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, അതൊരു സീനിയർ നഴ്സ് ആയിരിക്കും, ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ആരാണ്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതില് ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും, അതിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലുള്ള ആളുകളും ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ് അല്ലെ. ഇവരുടെ എല്ലാവരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഒരു ഹോസ്പിറ്റല് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അതൊരു വലിയൊരു കമ്മിറ്റിയാണ്, ഒരു ചെറിയ കമ്മിറ്റിയല്ല അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം എന്തൊക്കെയായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ചെയർപേഴ്സൺ ആരായിരിക്കും? ചെയർപേഴ്സൺ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹെഡ് ആയിരിക്കും. പിന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളവർ ആരായിരിക്കും? അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതായിട്ട് ആലോചിച്ചാൽ മതി. അവിടെ നിങ്ങൾ 3 ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചില്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 24, 12 മറ്റേ സപ്പോർട്ടീവ്, 3 അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എന്താ പറയാ റെപ്രസെന്റേറ്റീവ്സ് അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അത് കഴിയും. അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്, സപ്പോർട്ടിംഗ് സർവീസിലുള്ള സ്റ്റാഫുകളും ഇതിനകത്ത് ഉണ്ടായിരിക്കും, ഈ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ റിലവന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റി, ദാറ്റ് മീൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചില്ലേ? കാർഡിയോളജി, നെഫ്രോളജി ഇങ്ങനെയൊക്കെ പഠിച്ചില്ലേ? അതിന്റെ ഹെഡുകൾ, അതിലൊക്കെയാണ് ഈ പറയുന്ന റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്. അവരും ഇതിനകത്ത് അംഗങ്ങളായിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് 2 പേര് പഠിച്ചു വെച്ചാൽ മതി. ആരൊക്കെയാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഇൻഫെക്ഷൻ കൺട്രോൾ, പിന്നെ ആരാണ്? ഓഫീസർ കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. മനസ്സിലായോ പറഞ്ഞത്? പഠിച്ചു വെക്കാൻ. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരിച്ചു ചോദിക്കാം, ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ഓഫ് ദ ആ കമ്മിറ്റിയുടെ അല്ലാണോ, അങ്ങനെ ചോദിക്കുക. അതായത് ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, ഈ ICCയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ ആ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരിക്കും ചോദിച്ചാൽ അതൊരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം.
കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ച് അതിന്റെ എന്താ പറയുക സോഴ്സുകള്, സിംറ്റംസുകള്, എപ്പോഴൊക്കെയാണ് അത് വരുന്നത്, അതിന്റെ റിസ്ക് ഉള്ള ആളുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 5 പഠിച്ചു. ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള 8 പോയിന്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പിന്നെന്താ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പിന്നെ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന പ്രിക്കോഷൻസ്, പിന്നെന്താ നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അതുപോലെ തന്നെ യൂസ് ഓഫ് ആന്റി മൈക്രോവേവ് സർഫസസ്. ഈ 8 പ്രിവെന്റീവ് മെഷേഴ്സും പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇപ്പൊ പഠിച്ച ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടല്ലോ, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഈ പറയുന്ന ICC ഈ ഒരു കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങളോട് ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയുടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചുമതലയിൽ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോക്കാം നമുക്ക്. ദി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ടു ഓവർസീ കോർഡിനേറ്റ്, ടു ഓവർസീ കഴിഞ്ഞിട്ട് ഒരു കോർഡിനേറ്റർ കേട്ടോ. ടു ഓവർസീ കോർഡിനേറ്റ് all infection control activities to ensure an effective program. അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവ് പ്രോഗ്രാം, എന്തിനുള്ള ഇഫക്റ്റീവ് പ്രോഗ്രാം ആണ്? ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ഇഫക്റ്റീവ് പ്രോഗ്രാംസ് ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ അണുനിയന്ത്രണ പരിപാടികളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ഇൻ എ ഹോസ്പിറ്റൽ. അല്ലെ, ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ അണുനിയന്ത്രണ പരിപാടികളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ളത് ഈ പറയുന്ന കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയി ഞാൻ പോയിന്റ്? ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ ആൻ ഇഫക്റ്റീവ് പ്രോഗ്രാം. ഓക്കെ, രണ്ടാമത്തത് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ഇതാണ്. Organize an epidemiological monitoring program for the nosocomial infections. എന്താണ്? Organize an epidemiological monitoring program for the nosocomial infections. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. എന്താണ് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? പകർച്ചവ്യാധികളാണ് അല്ലെ, സാംക്രമിക രോഗങ്ങളാണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്ന് നോക്കുകയാണെങ്കിൽ ഓരോ സമയങ്ങളിലും ഓരോ പുതിയ പുതിയ പകർച്ചവ്യാധികള്, സാംക്രമിക രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം രോഗങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു കാലഘട്ടത്തില് ഒരു 2 വർഷത്തോളം 3 വർഷത്തോളം കൊറോണയായിരുന്നു അല്ലെ. പിന്നെ അതിനിടയ്ക്ക് ഈ പറയുന്ന പന്നിപ്പനി, പക്ഷിപ്പനി, പിന്നെ മങ്കി പോക്സ്, പിന്നെ നിപ്പ വൈറസ്, അങ്ങനെ എന്തെല്ലാം രോഗങ്ങള് അല്ലെ വരുന്നുണ്ട്, വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അതിനെയൊക്കെ എപ്പിഡമോളജിക്കൽ എന്ന് പറയുന്ന പകർച്ചവ്യാധികളാണ്. ഇത്തരം സാംക്രമിക രോഗങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അതിന്റെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ്, അതിനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന ആ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്നാണ് പറയുക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് അതിന്റെ വരുന്ന സമയത്ത് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഓർഗനൈസ് ചെയ്യാന്നുള്ളതും ഈ പറയുന്ന കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പറഞ്ഞ മനസ്സിലായോ? ഓർഗനൈസ് ആൻഡ് എപ്പിഡമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. സെക്കൻഡ് പോയിന്റ് അതായിരുന്നു. ദെൻ തേർഡ് പോയിന്റ് ഇതാണ്, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഉറങ്ങാന്ന് തോന്നുന്നു, ആരൊന്നും മിണ്ടണില്ല. ഓക്കെ, പാർട്ടിസിപ്പേറ്റ് വിത്ത് എന്താണ് ലച്ചു? ചോദിച്ചോ, ക്ലാസ് കഴിയുമ്പോ പറയാനാ. എന്താ പറഞ്ഞോ, ചോദിച്ചോ. വേറെ എന്തെങ്കിലും ആണോ? ഓക്കെ,
പാർട്ടിസിപ്പേറ്റ് വിത്ത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. നമ്മൾ ഇത്തരത്തിലുള്ള ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളൊക്കെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മള് സാനിറ്റേഷൻ പഠിച്ചപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കുറച്ച് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സും കൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇത്തരം ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക അല്ലെ. ഫാർമസിയുടെ ഒരു കോപ്പറേഷനും കൂടെ നമുക്ക് അവിടെ ആവശ്യം വരും അല്ലെ. കാരണം ഇത്തരം ഫാർമസികളിൽ നിന്നുമാണല്ലോ ഈ പറയുന്ന ആന്റി മൈക്രോബിയൽ ഡ്രഗ്സുകളൊക്കെ ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ ഉപയോഗത്തില് എന്താണ് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫാർമസിയുമായിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, അവരുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതും ഈ പറയുന്ന ഒരു കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. എന്താണ് ഇൻഫെക്ഷൻ? വിജയ് ക്ലാസ് കാണാണ്ട് എന്നോട് നോസോകോമിയൽ എന്താന്ന് ചോദിക്കരുത് കേട്ടോ. നോസോകോമിയൽ എന്താണെന്നുള്ളത് ഞാൻ തുടക്കമേ പറഞ്ഞു. പിന്നെ വീണ്ടും എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? മനസ്സിലാവാത്തത് കൊണ്ടാണോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണ്. അതല്ലേ ഞാൻ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താ അറിഞ്ഞവരൊന്ന് പറഞ്ഞു കൊടുത്ത്. എന്താ നോസോകോമിയൽ ഇൻഫെക്ഷൻ? എന്താ നോസോകോമിയൽ ഇൻഫെക്ഷൻ? എടുക്കുന്ന ചാപ്റ്റർ ഏതാ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതിന് പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇതൊക്കെ നമ്മൾ തുടക്കമേ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും ക്ലാസ്സിന് കേൾക്കാതെ പകുതി കേൾക്കാതെ അങ്ങനെ വന്ന് പറയരുത് കേട്ടോ. മാക്സിമം നിങ്ങൾ അത്രയും എഫർട്ട് എടുത്തിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ ചോദിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ വിഷമാക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. ക്ലാസ് പലരും കാണുന്നുണ്ടാവില്ല, പലരും ഓൺ ചെയ്ത് വെച്ച് ക്ലാസ് ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും. ഇടയ്ക്ക് കയറി വന്നിട്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നോസോകോമിയൽ എന്താണെന്ന് ചോദിക്കുമ്പോ എന്താ ഞാൻ പറയുന്നത് അല്ലെ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഭാഗത്തുനിന്ന് നിങ്ങളൊന്ന് ചെയ്തിട്ടു കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇരിക്കുമ്പോഴാണത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നെ കൊണ്ടാവുന്ന എഫർട്ട് ഞാൻ എടുക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ, ക്ലാസ് ശ്രദ്ധിക്കാം. അപ്പൊ നോക്കാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ തന്നെയാണ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ കേട്ടോ. അതിനെ പറ്റി ഒരു 15 മിനിറ്റ് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. അതായത് ഇത്തരം ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാർമസിയുമായിട്ട് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാര്യം നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ നമുക്ക് തരുന്നത് ആരാണ്? ഫാർമസിയാണ്. അപ്പൊ അവരുടെ കൂടെ ഒരു സഹകരണം നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. അവരുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന കാര്യം വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോട്ടോ. ഞാൻ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി പറയാം, അത് കുഴപ്പമില്ല കേട്ടോ. 4ാമത്തെ പോയിന്റ് ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. ആ പോയിന്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുകൂടെ ഞാൻ വായിക്കുകയാണ്. മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. എപ്പോഴും നമ്മൾ ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതായത് ഈ പറയുന്ന ഒരു പേഷ്യന്റിന്റെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു പരിചരണം ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു കെയറിങ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആ രോഗിയുടെ അപകട സാധ്യതാ നിലവാരത്തിനനുസരിച്ചുള്ളതാണോ എന്ന് ഉറപ്പാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആക്കുന്നുണ്ട് കമ്മിറ്റിക്കുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാണ്, നമ്മൾ ഓരോ രോഗിക്കും കൊടുക്കുന്ന പരിചരണം ആ ഒരു രോഗിയുടെ റിസ്ക് ലെവലിനനുസരിച്ചുള്ളതാണോ എന്ന് ഉറപ്പാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിക്കുണ്ട്. കുറച്ചും കൂടെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല,
നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള റിസ്ക് ഉള്ള സാഹചര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, അതിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, വെരി ഓൾഡ് എന്താ പറയാ ഓൾഡ് പീപ്പിൾ അല്ലെ, ഈ പറയുന്ന വയസ്സായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം അവർ റിസ്കി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു 10-30 വയസ്സുള്ള ഒരാളെയും ഒരു 70 വയസ്സുള്ള ആളെയും അവിടെ കൊണ്ടുവന്നേക്കാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ഉള്ള ആളുകൾ ആരായിരിക്കും? വയസ്സായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അതിനനുസരിച്ചുള്ള പരിചരണങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടെന്നല്ല, അവർക്ക് റിസ്ക് കൂടുതലാണ്, ഈ ചാൻസ് വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പരിചരണം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കണം. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഓരോ രോഗിയുടെ ആ ഒരു എന്താ പറയാ റിസ്കിന്, ആ റിസ്ക് ലെവല് അനുസരിച്ചുള്ള അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ആ കമ്മിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതന്നെ, നിലവാരത്തിനനുസരിച്ചുള്ളതാണെന്ന് നമ്മൾ ഉറപ്പാക്കണം. 70 വയസ്സുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്ട്രാ പരിചരണം നമ്മൾ കൊടുക്കേണ്ടി വരും. കാര്യം അയാൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ ഒരു നോർമൽ ഫീവർ വന്നിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ നമ്മൾ ആർക്കായിരിക്കും കൂടുതൽ? 2 പേർക്കും ഒരേ പരിചരണമാണ് കൊടുക്കുക. പക്ഷെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഈ റിസ്ക് കൂടുതലായതുകൊണ്ട് അതേ നിലവാരത്തിലായിരിക്കും നമ്മൾ അവർക്ക് പരിചരണം കൊടുക്കുക. അത് ഉറപ്പാക്കേണ്ടത് ഈ ഒരു കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് പേഷ്യന്റ് റിസ്ക്. ഓക്കെ, അടുത്ത് പറയുന്നത് 5ാമത്തെ പോയിന്റ് ഇതാണ്. ചെക്ക് ദ എഫിക്കസി ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ദ എഫിക്കൻസി ഓഫ് സിസ്റ്റംസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിസ്ഇൻഫെക്ഷൻ അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ എല്ലാത്തിന്റെയും കാര്യക്ഷമത ഉറപ്പുവരുത്തുക അല്ലെ. വളരെ നല്ല രീതിയിൽ തന്നെ ആ ഹോസ്പിറ്റലില് ഡിസ്ഇൻഫെക്ഷനും സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പാക്കുക എന്നുള്ളതും ഈ പറയുന്ന കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ പറഞ്ഞത്? ചെക്ക് ദ എഫിക്കസി ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിക്കസി ഓഫ് സിസ്റ്റംസ്. എഫിക്കസി എന്ന് വെച്ചാൽ കാര്യക്ഷമതയാണ് കേട്ടോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എഫിക്കസി എന്ന് പറഞ്ഞ വാക്കുണ്ട് കേട്ടോ. കാര്യക്ഷമതയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് അവിടെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഡിസ്ഇൻഫെക്ഷനും സ്റ്റെറിലൈസേഷനും ഒക്കെ നടക്കുന്നതിനുള്ളത് ഉറപ്പാക്കണം കേട്ടോ. അത് ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, 5 പോയിന്റുകളും മതി, നിർത്താണ് കേട്ടോ. അതിന് 6ഉം 7ഉം പോയിന്റ് ഉണ്ട്, കുറച്ച് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തീരും. ഈ ചാപ്റ്റർ തീർന്നിട്ട് പിന്നെ ഞാൻ തുടങ്ങുന്നത് മെഡിക്കൽ ടെർമിനോളജി ആയിരിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം, മെഡിക്കൽ ടെർമിനോളജി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ പേനയും ഉണ്ടായിരിക്കണം കേട്ടോ. പേനയും ഉണ്ടായിരിക്കണം, പ്രിന്റും സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു കുറേ പഠിക്കാനുണ്ട്. കുറേ മെഡിക്കൽ ടെർമിനോളജി ഒരു വലിയ ചാപ്റ്റർ ആണ്. അതിനകത്ത് ഒരു 10-600 എന്താ പറയാ ഇത് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് അത്രയും പഠിക്കൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ പരീക്ഷയ്ക്ക് വരുന്നത് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം. അതെന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് അപ്പൊ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ഓരോ പേജ് എടുക്കുമ്പോൾ ഞാൻ നമ്പേഴ്സ് പറയും. ആ നമ്പേഴ്സ് കൃത്യമായിട്ട് അപ്പൊ തന്നെ ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് മുന്നേ ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആ PDF നിങ്ങളുടെ കയ്യിൽ പേന ഉണ്ടായിരിക്കണം. അപ്പൊ അത് എടുക്കുന്ന സമയത്ത് നമ്പറുകൾ ഞാൻ പറയും, ആ നമ്പറുകൾ പ്രത്യേകം ടിക്ക് ചെയ്ത് വെക്കാം. അത് പഠിക്കാം. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഇത്രയും നാള് പഠിച്ചതിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അത് നിർബന്ധമായിട്ട് പഠിക്കണം. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും കേട്ടോ. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ളത് പഠിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ പഠിച്ചോ, പക്ഷെ ടിക്ക് ചെയ്തിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ടിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് പേന കയ്യിൽ വേണമെന്ന് പറഞ്ഞത് കേട്ടോ. ചാപ്റ്റർ അത് ഏതായിരുന്നു? മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ലെക്ചർ എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഹലോ മാം. പറഞ്ഞു. മാം, ഇൻഫെക്ഷൻ കൺട്രോൾ അതൊന്ന് പറയാവോ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ നേഴ്സിംഗിന്റെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് അതിലൊരു അംഗമായിരിക്കും കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും.
ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നഴ്സിനെ അവര് ആ കമ്മിറ്റിയുടെ ഭാഗമാക്കും. അതൊരു മിക്കവാറും ഒരു സീനിയർ രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ആ നഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സ് ആയിരിക്കും. മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയിരിക്കും. അവരെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടാവും, അതിനായിട്ട് വെക്കുന്ന ഒരു ഓഫീസർ ഉണ്ടായിരിക്കും, അവരതിന്റെ ഭാഗമായിരിക്കും. പിന്നെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ഹെഡ് ആയിരിക്കും. ആ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. പിന്നെ അതില് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് അതിലെ അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അല്ലെ, ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലെ ഹെഡുകള്, ഡോക്ടേഴ്സുകളൊക്കെ ഈ പറയുന്ന കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. സപ്പോർട്ടിംഗ് സർവീസുകൾ ഉണ്ട് അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അതിലെ പ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ, ഈ ഇൻട്രാവേനസ് പോളസ് എന്താണ്? എന്താണ് ഇൻട്രാവേനസ് പോളസ് എന്ന് പറഞ്ഞ ആന്റി മൈക്രോബാരിയൽ IV ആണ് കേട്ടോ. IV ഫ്ലൂയിഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമുക്കിങ്ങനെ ഛർദി ഇതൊക്കെ വരുമ്പോൾ നമുക്ക് IV ഇട്ടൊക്കെ എടുത്തില്ലേ നമ്മൾ? ഇൻട്രാവെനസ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ അല്ലെ, നമ്മുടെ നേരിട്ട് നമ്മൾ വെയിനിലേക്ക് കുത്തിയിട്ട് നമ്മൾ ഫ്ലൂയിഡ് കയറ്റില്ലേ നമ്മുടെ ശരീരത്തില്. അപ്പൊ ഈ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ഒരു സ്റ്റാൻഡുമേലല്ലേ നമ്മൾ കെട്ടിത്തൂക്കിയിടാം അല്ലെ? ഒരു സ്റ്റാൻഡുമേലല്ലേ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം. ആ സ്റ്റാൻഡിനെയാണ് കേട്ടോ പറയുന്നത് ഇൻട്രാവെനസ് പോൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു മാം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.